അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഫ സഖാഫിയാണ്. പിന്നെ ഞാൻ വീഡിയോ കണ്ടു. വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നു. ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ പോയില്ല. പിന്നെ ഇതിനെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ മൈൻഡ് ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. ആളുകൾ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കണ്ടേ. ഇത് പിന്നെ ഇതിൽ ഒരു കാര്യം, ഇത് വോയിസ് ഞാൻ വിട്ടത് തന്നെയാണ്. വോയിസ് വിടാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ പേരിൽ പിന്നെ ഇല്ലാത്തൊരു ആരോപണം എൻ്റെ ഫാമിലിയിൽ പറഞ്ഞപ്പോൾ അതാരും ഇത് തെളിയിക്കണമല്ലോ. തെളിയിക്കാൻ ആരും മുന്നോട്ട് വരാതെ നിന്നപ്പോഴാണ് ഞാൻ ആ വോയിസ് ഇട്ടത്. അതിൻ്റെ മുമ്പ് വേണ്ടപ്പെട്ട അതിൽ ചർച്ചയ്ക്ക് ഇരുന്ന ഉസ്താദന്മാരും മധ്യസ്ഥന്മാരൊക്കെ ഇതിൽ ഇടപെട്ട് വിളിച്ചിട്ടും ആരോപിക്കപ്പെട്ട എന്നെക്കുറിച്ച് ഇങ്ങനെ അമ്മോനും അമ്മൂൻ്റെ അളിയൻ്റെ കുട്ടിയും ഇങ്ങനെ പറഞ്ഞു നടന്നു. അങ്ങനെ പറഞ്ഞു നടന്നപ്പം അത് തെളിയിക്കണം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് കൊണ്ടുവന്നു. ആ വോയിസ് എങ്ങനെ ഉണ്ടാക്കിയതാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ ശക്തമായ തെളിവുകൾ പഠിച്ച റബ്ബ് നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ കേൾക്കണം 100% കളവാണ്. ഇന്നത്തെ ദിവസം വരെ ഞാനിപ്പോഴും മക്ക തന്നെ ഉള്ളത്, ഇവിടെ തന്നെ പറയണത്, ഇന്നത്തെ ദിവസം വരെ സ്ഥലത്ത് അങ്ങനെ സംഭവം അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇല്ലാതിരിക്കട്ടെ, പക്ഷേ നമ്മളെല്ലാവരും കാക്കട്ടെ. ഇന്നത്തെ ദിവസം വരെ ഒരു ചതിയിലും പെട്ടിട്ടില്ല. പിന്നെ അതിൽ പറഞ്ഞത് മുഴുവൻ കളവാണ്. അതെങ്ങാനും ആരെങ്കിലും തെളിയിച്ചെന്നാൽ അന്ന് അറിവിനിലാവിൻ്റെ ഓഫീസിൻ്റെ ചാവിയുടെ കൂട്ടിയിട്ട് ഓലെ കയ്യിലോട് കൊടുക്കും. പറയണത് ഞാൻ തന്നെയാണ്. ആർക്കും അത് തെളിയിക്കാം. അത് തെളിയിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ആ തെളിവുകൾ ഓല് പറയണ ഓരോരുത്തരിലെ തെളിവുണ്ട് പറയുമ്പോൾ ആ തെളിവുകൾ ഓല എങ്ങനെ ഉണ്ടാക്കിയതാണെന്നില്ലേ നമുക്ക് കിട്ടിയാണ്. നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് പല നിലക്കും മൂലി ശ്രമിച്ചിട്ടും അത് കഴിയാതെ വന്നപ്പോഴാണ് അവരിങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ ആ വോയിസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ വിട്ട വോയിസാണ്. എൻ്റെ ഫാമിലി, എൻ്റെ അമ്മോൻ തന്നെയാണത്. എൻ്റെ ഉസ്താദാണ്. എനിക്ക് കുറേ ഉസ്താദന്മാരുണ്ട്. എനിക്ക് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട്, യത്തീംഖാനി പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട്, ദർസിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട്, കോളേജിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മളെ തകർച്ച മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മൂപ്പര് 2 കൊല്ലം ഞാൻ മൂപ്പരടുത്തും ഓതിയതാണ്, പഠിച്ചതാണ്. ആ ഒരു ബഹുമാനത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. 30 വയസ്സിൻ്റെ അടുക്ക് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വർത്തമാനം മൂപ്പര അപ്പാപ്പ എന്നല്ലാതെ ഒരു വാക്ക് ഞാൻ വിളിച്ചിട്ടില്ല. 30 കൊല്ലത്തിൻ്റെ അടുക്ക്. പിന്നെ ഈ 30 വയസ്സിൻ്റെ അടുക്ക് ഞാൻ മൂപ്പരോട് ഇങ്ങനെ ഒരു സംസാരം പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാം. നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ഞാൻ മൂപ്പരോട് ഇതാണ് പറഞ്ഞത്. ഇത് മധ്യസ്ഥന്മാരും മറ്റുള്ളവരൊക്കെ വിളിച്ചിട്ടും ഒരു ചർച്ചയ്ക്ക് വരാതെ മറ്റവനെ വല്ല ഗൾഫുകൾ പറഞ്ഞേച്ചേക്കുക. അങ്ങനെയല്ലല്ലോ. ആരോപിക്കപ്പെട്ട ആൾക്കാർ ഇത് തെളിയിക്കണ്ടേ. നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ഒരാളൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ആൾ തെളിയിക്കേണ്ടത്. അതും ചില്ലറ ആരോപണമല്ലല്ലോ. പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്തിനും തൊള്ളി തോന്നി പറയാമെന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ കൂടിയിട്ടുള്ളൂ. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ വേണ്ടപ്പെട്ട എല്ലാ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറേ തെളിവുകൾ ഞങ്ങളടുത്ത് കിട്ടിയാണ്. പക്ഷേ റബ്ബൊക്കെ നമുക്ക് തന്നതാണ്. പക്ഷേ നമ്മളത് വല്ലാതെ പുറത്ത് വിടാത്തത് എന്താ വെച്ചാൽ ഇവരെ ഭാവി അലച്ചിട്ടാണ്. കാരണം ഇവരെ മക്കൾ തന്നെയാണ് കല്യാണം കഴിച്ച് കൊണ്ടുവരലൊക്കെ. ഇവരെ മക്കളൊക്കെ കല്യാണം കഴിക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തേക്ക് വല്ലാതെ വിടണ്ട. ഓല് വീഡിയോ കോൾ വിളിച്ചതും മറ്റേ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചതിനൊക്കെ സ്ക്രീൻഷോട്ട് പഠിച്ച റബ്ബ് നമ്മൾ മുമ്പിൽ എത്തിച്ചു വന്നു. പക്ഷെ അതൊന്നും നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല, ഓലെ ഭാവി ആലോചിച്ചിട്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകുക. അതല്ല ലൈവിൽ പറയാം, എന്താ പറയേണ്ടത് വെച്ചാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്തോളാം. 100% അത് കളവാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. 100% കളവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതാർക്കും ഏതൊരാളും വെല്ലുവിളിക്കുകയാണ് സ്നേഹത്തോടെ ഓഫീസിൽ വരാം. ഇന്ന തെളിവുകളുണ്ട്. ആ തെളിവുകൾ നിജസ്ഥിതി, അതിൻ്റെ യാഥാർത്ഥ്യമല്ല തെളിവുകളായിട്ട് വരണം. അങ്ങനെ വന്നാൽ ഓഫീസറെ കൂട്ടിയിട്ട് ഓഫീസിൻ്റെ സ്ഥലം നിങ്ങളുടെ പേരിലെടുത്ത് തരും. പറയണത് സഖാഫിയാണ്. എൻ്റെ അടുത്ത് അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി അങ്ങനത്തെ ഒരു അമൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. സംഭവിക്കാതിരിക്കട്ടെ, പഠിച്ച റബ്ബി നമ്മളൊക്കെ കാക്കട്ടെ. പിന്നെ മഹറുമില്ലാതെ ഞാൻ ആരും ഇവിടെ കൊടുത്തിട്ടില്ല. അവരൊക്കെ ഫാമിലി സഹിതം വന്ന ആൾക്കാർ തന്നെയാണ്. അതൊക്കെ ഓല എവിടെയും പറയും. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ തെളിവ് ഇൻഷാ അല്ലാഹ് അതിനാണ് നമ്മൾ ഈ അമ്മോനെയും ഇവരൊക്കെ വിളിച്ചത്. നിങ്ങൾ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വരിക. അപ്പോൾ അതിന് ഇവൽക്കാവില്ല. അതിന് ഇവരപ്പോൾ അങ്ങോട്ട് മറ്റു ലീവ് അതുകൊണ്ട് ഇത് പറഞ്ഞെടുക്കാൻ ഇവർക്ക് ടൈമുണ്ട്. പക്ഷെ അത് തെളിയിക്കാൻ ഇവർക്ക് ടൈമില്ല. അങ്ങനെ അവസാന ഗതി കേട്ടപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, അങ്ങനത്തെ ഒരു വോയിസ് എനിക്ക് അയക്കേണ്ടി വന്നത്. ഇത് സങ്കടം കൊണ്ട് അയച്ചതാണ്. അതിപ്പോൾ നിങ്ങളെ പേരിലാണ് നിങ്ങൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചുകൊണ്ട് തൊള്ളിയത്തെ പല്ലെടുത്തുണ്ടാവും. ഞാനായതുകൊണ്ട് അത് ചെയ്തില്ല. ഞാനായതുകൊണ്ട് വോയിസുമ്പോൾ മാത്രം ഒരുക്കി. പിന്നെ ക്ഷമിച്ച് നിൽക്കണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത് കൂടിപ്പോയി. നമ്മളെ ഫാമിലിയിൽ, എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ എൻ്റെ ഫാമിലിയിലെങ്കിലും എനിക്ക് തിരുത്തണ്ടേ. അതിനും ഒരു തിരുത്താൻ മുന്നോട്ട് വരാതെ വന്നപ്പോഴാണ് ഉസ്താദ് ഇത് പറയേണ്ടി വന്നത്. വേറെ ഒന്നുമല്ല. വേറെ ആരോടും ഒരു ദേഷ്യവും കാര്യം ഉണ്ടായിട്ടല്ല. പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ 100% കളവാണ്. ഉസ്താദാണ് പറയണത്, 100% കളവാണ്. അത് ഞാനും എൻ്റെ കമ്മിറ്റി ഭാരവാഹികളും എവിടെയും ഏത് രൂപത്തിലും അത് തെളിയിക്കും. ഞാൻ മക്കത്തിരുന്നിട്ടാണ് ഇപ്പോഴും പറയണത്. 100% അതിൽ കളവാണ്. 100% അത് കളവാണ്. അത് പറഞ്ഞത് വോയിസിൻ്റെതാണ്. വോയിസ് ഞാൻ വിടാൻ കാരണം തന്നെ അതാണ്. വോയിസ് വിടാൻ തന്നെ കാരണം അതാണ്. എനിക്കതിൽ ഇല്ലാത്തത് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുണ്ടാതിരിക്കല്ലേ വേണ്ടത്. എവിടെയെങ്കിലും മുണ്ടാതെ മൂലക്ക് ഇരിക്കല്ലേ വേണ്ടി, തെറ്റ് പറ്റിയാന്നിരിക്കല്ലേ വേണ്ടി. ഞാൻ എപ്പോഴും പറയണത് എന്താ, ആ വെല്ലുവിളി ഞാൻ എപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കണല്ലോ. അതിൽ പറ്റുമല്ലുണ്ടെങ്കിൽ തെളിയിച്ചിട്ടെന്നില്ല. ആ വെല്ലുവിളി എപ്പോഴും നിർത്തിയിട്ടില്ല. അത് അമ്മോൻ്റെ കൂടെ ആരൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ടോ അമ്മോനെ അതിനെക്കുറിച്ചൊരു സത്യാവസ്ഥ അന്വേഷിച്ചാൽ മതി. ഒരു വിഷയം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ, 2 ഭാഗവും കൂടി കേട്ടിട്ടല്ലേ നമ്മളൊരു കാര്യം തീരുമാനിച്ചത്. ഇത് നമ്മളെ കേൾക്കാനോ നമ്മളെ ഫോൺ വിളിച്ചെടുക്കാനോ നമ്മളതിന് ബന്ധപ്പെടുക ഒന്നുമില്ല. നമ്മളോട് മുണ്ടല്ല.
അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞു നടന്നൊരു കാര്യമാണത്, അങ്ങനെ പറഞ്ഞു നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഹക്ക് 100% എങ്ങനെയാണ് അത് ആ വീഡിയോ ചെയ്ത ആൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടാണ് അയാൾ. പിന്നെ എനിക്കൊരാൾ അയച്ചു തന്നപ്പോൾ ഞാൻ അതിൻ്റെ വിശദീ പറഞ്ഞു. ഇൻഷാല്ലാ ബാക്കിയൊക്കെ ഇൻഷാല്ലാ ഇനി ലൈവിലോ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് കേട്ടോ. അതിലൊന്നും യാതൊരു ബേജാറും വേണ്ട. ഏതെല്ലാം നിലയ്ക്ക് എങ്ങനെയൊക്കെ ഇതിനെ തകർന്നുണ്ടാക്കിയ കാറ് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആണാണെങ്കിൽ തെളിയിച്ചു വേണ്ട കേട്ടോ. ആണാണെന്നുണ്ടെങ്കിൽ ആ വെള്ളട്ടീന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ കൽബിൻ്റെ ഉള്ളിൽ കുയിന്തായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായെങ്കിൽ വേദന പോണ്ടേ പറഞ്ഞുണ്ടാക്കിയ കാര്യത്തിന് ഇത് തെളിവില്ലാതെ വിടുന്ന ഒരിക്കലും കരുതണ്ട. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തെളിയിച്ചാൽ മുന്നേക്ക് വാ. ഇജു എൻ്റെ കൂട്ടക്കാർ അതായത് തെളിവുണ്ടായിരുന്നാണ്ട് ഭീഷണിപ്പെടുത്തിയത്. തെളിവുണ്ടെങ്കിൽ മുന്നോട്ട് വാ. തെളിവുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. എന്താ വിളിച്ചിട്ട് എടുക്കാത്ത? എന്താ ഇപ്പോൾ തെളിയിക്കാൻ എന്താ മുന്നേക്ക് വരാത്തത്? ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മുന്നേക്ക് വാ. മുന്നേക്ക് വരികയാണ് വേണ്ടത്. മുന്നേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ തെളിയിക്കാണ് വേണ്ടത്. ഉസുറും പുളിയും കുറച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 ടർക്കി കൂടിയും വാങ്ങാൻ പറ്റുമോ നോക്കിയാൽ എന്നിട്ട് 2 തോളത്തിട്ട് നടന്നേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഫൻ സഖാഫിയാണ്. പിന്നെ ഞാൻ വീഡിയോ കണ്ടു. വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നു. ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ പോയില്ല. അവന് ഇതിന് പ്രതികരിക്കേണ്ട ആവശ്യമുള്ള നമ്മൾ മൈൻഡ് ചെയ്യാന്നിട്ട് കാര്യമില്ല. ആളുകൾ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കണ്ടേ. ഇത് പിന്നെ ഇതിലൊരു കാര്യം, ഇത് വോയിസ് ഞാൻ വിട്ടത് തന്നെയാണ്. വോയിസ് വിടാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ പേരിൽ പിന്നെ ഇല്ലാത്തൊരു ആരോപണം എൻ്റെ ഫാമിലിയിൽ പറഞ്ഞപ്പോൾ അതാരും ഇത് തെളിയിക്കണമല്ലോ. തെളിയിക്കാൻ ആരും മുന്നോട്ട് വരാതെ നിന്നപ്പോഴാണ് ഞാൻ ആ വോയിസ് ഇട്ടത്. അതിൻ്റെ മുമ്പ് വേണ്ടപ്പെട്ട അതിൽ ചർച്ചയ്ക്ക് ഇരുന്ന ഉസ്താദന്മാരും മധ്യസ്ഥന്മാരൊക്കെ ഇതിൽ ഇടപെട്ട് വിളിച്ചിട്ടും ആരോപിക്കപ്പെട്ട എന്നെക്കുറിച്ച് ഇങ്ങനെ അമ്മൂനും അമ്മൂൻ്റെ അളിയൻ്റെ കുട്ടിയും ഇങ്ങനെ പറഞ്ഞു നടന്നു. അങ്ങനെ പറഞ്ഞു നടന്നപ്പം അത് തെളിയിക്കണം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് കൊണ്ടുവന്നു. ആ വോയിസ് എങ്ങനെ ഉണ്ടാക്കിയതാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ ശക്തമായ തെളിവുകൾ പഠിച്ചറബ് നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ കേൾക്കണം 100% കളവാണ്. ഇന്നത്തെ ദിവസം വരെ ഞാനിപ്പോഴും മക്ക തന്നെ ഉള്ളത്, ഇവിടെ തന്നെ പറയണത്, ഇന്നത്തെ ദിവസം വരെ സ്ഥലത്ത് അങ്ങനെ സംഭവം അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇല്ലാതിരിക്കട്ടെ, പക്ഷേ നമ്മളെല്ലാവരും കാക്കട്ടെ. ഇന്നത്തെ ദിവസം വരെ ഒരു ചതിയിലും പെട്ടിട്ടില്ല. പിന്നെ അതിൽ പറഞ്ഞത് മുഴുവൻ കളവാണ്. അതെങ്ങാനും ആരെങ്കിലും തെളിയിച്ചെന്നാൽ അന്ന് അറിവിനിലാവിൻ്റെ ഓഫീസിൻ്റെ ചാവിയുടെ കൂട്ടിയിട്ട് പോലെ കയ്യിലോട് കൊടുക്കും. പറയണത് ഞാൻ തന്നെയാണ്. ആർക്കും അത് തെളിയിക്കാം. അത് തെളിയിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആ തെളിവുകൾ ഓല് പറയണ ഓലെടുത്തുള്ള തെളിവുണ്ട് പറയുമ്പോൾ അത് ആ തെളിവുകൾ ഓല് എങ്ങനെ ഉണ്ടാക്കിയതാണെന്നില്ലേ നമുക്ക് കിട്ടിക്കണം. നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് പല നിലക്കും മൂലി ശ്രമിച്ചിട്ടും അത് കഴിയാതെ വന്നപ്പോഴാണ് അവരിങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ ആ വോയിസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ വിട്ട വോയിസാണ്. എൻ്റെ ഫാമിലി എൻ്റെ അമ്മ തന്നെയാണത്. എൻ്റെ ഉസ്താദാണ്. എനിക്ക് കുറേ ഉസ്താദന്മാരുണ്ട്. എനിക്ക് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട്, യത്തീംഖാനി പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട്, ദർസിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട്, കോളേജിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മളെ തകർച്ച മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മൂപ്പര് 2 കൊല്ലം ഞാൻ മൂപ്പരടുത്തും ഓതിയതാണ്, പഠിച്ചതാണ്. ആ ഒരു ബഹുമാനത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. 30 വയസ്സിൻ്റെ അടുക്ക് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വർത്താനോ മൂപ്പര പാപ്പ എന്നല്ലാതെ ഒരു വാക്ക് ഞാൻ വിളിച്ചിട്ടില്ല. 30 കൊല്ലത്തിൻ്റെ അടുക്ക്